എന്ന് വെച്ചാൽ ഏതൊരുവൻ ആത്മാവുണ്ടോ അവൻ എന്തുണ്ടായിരിക്കും? ഭക്തി ഉണ്ടായിരിക്കും. അപ്പോ ചില ആൾക്കാർ പറയാറില്ലേ, എനിക്ക് ഭക്തിയൊന്നുമില്ല, ഞാൻ അമ്പലത്തിലൊന്നും പോകണില്ല എന്നൊക്കെ പറയില്ലേ, ഇല്ലേ? അപ്പൊ അവർക്ക് എന്തുണ്ടാവില്ല? ഭക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ആത്മാവുണ്ടാവില്ല. ആത്മാവില്ലാത്ത ആൾക്കാർ എന്താ വിളിക്കുക? ഇപ്പൊ വിളിക്കാനൊന്നും പോകണ്ടോ. ആത്മാവിൽ, നമ്മുടെ ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ള ശിവമാണ് ഭക്തി എന്ന് പറയണത്. ആ ശിവം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? നമ്മൾ ശവമായിട്ട് മാറുന്നത്. ആത്മാവിൽ അന്തർലീനമായ സത്താണ് ഭക്തി. ആ സത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ തമിഴ് സഹോദരന്മാര് പറയുക സത്ത് പോയി, നമ്മൾ പറയും ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചു പോയി. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അത്രയേറെ ആത്മാവില് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ഭാവമാണ് ഭക്തി. ഭക്തി ഒരിക്കലും ഒരു വികാരമല്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു ഭാവമാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ആത്മാവില് ചേർന്നിരിക്കുന്നതാണ്. നമ്മള് ആധുനിക സമൂഹം, അതായത് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തില് അതിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ മുൻപ് അതിന്റെ പ്രാധാന്യം എന്തായിരുന്നു, ഇപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് രണ്ടും കണക്കാണ്. എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് വെറുതെ ചിന്തിച്ചു പോയാൽ മതി. നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോന്നിരുന്ന ഒരു ചുറ്റുപാട് ഇന്ന് അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയതിനേക്കാൾ കൂടുതൽ വളരെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഭംഗി എന്ന് പറയുന്നത് കാഴ്ചയിലോ അല്ലെങ്കിൽ അതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, ശാശ്വതമായിട്ടുണ്ടാവില്ല. കാരണം സാങ്കേതികതകൾ ഒരുപാട് അങ്ങോട്ട് പുരോഗമിച്ചു, അതിനനുസരിച്ച് ശാസ്ത്രീയതകൾ പാടെ നശിച്ചു. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജീവിതം, ഒരു എന്താ പറയാ, ഒരു ജീവരേഖ ഉണ്ടായിരുന്നു നമുക്ക്. ശാസ്ത്രീയമായിട്ട് നമ്മൾ ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തത ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിന്. ഇന്നത് മാറി. ഇന്ന് സാങ്കേതികത കൂടി, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓരോ മെഷീൻസും അല്ലെങ്കിൽ ഓരോ യന്ത്രങ്ങളും കണ്ടുപിടിക്കുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കനുസരിച്ചിട്ടൊന്നും കണ്ടുപിടിക്കണില്ല, ഉണ്ടോ? ഇനിയിപ്പോ ഒരു മെഷീനും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയായി. എന്താണെന്നറിയുക, വെയിറ്റ് വെച്ചിട്ട് ഇവിടെ നിങ്ങോട്ട് ഒരു തരുന്നുണ്ടെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ആ പണിയും കൂടി എടുക്കണ്ടെങ്കിൽ ആ സമയം കൂടെ സീരിയൽ കാണുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം, വാട്സപ്പിൽ ഇല്ലേ? അതും കൂടി ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനുള്ളതെന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ ആയി ഏകദേശം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഏത് രീതിയിലേക്ക് മാറണു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ വിഷയം അതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. നമ്മൾ ജീവിച്ചു പോന്നിരുന്ന പഴയ ആ കാലഘട്ടത്തില് നോക്കൂ, എന്തൊക്കെ ധർമ്മങ്ങൾ, എന്തൊക്കെ മര്യാദകൾ പാലിച്ചു പോന്നിരുന്നു നമ്മള് എന്ന് വെച്ചാൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള തലമുറയുടെ കാര്യമാണ് പറയുന്നത്, ഇല്ലേ? ഏതൊക്കെ തരത്തിലുള്ള മര്യാദകൾ, ഏതൊക്കെ തരത്തിലുള്ള ധർമ്മങ്ങൾ, ഒരു ജീവിത രീതികൾ, ആ ജീവിതചര്യകള് അത് യഥാവിധി നിർവഹിച്ചു പോന്നിരുന്നവരായിരുന്നു നമ്മൾ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു, അത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ പറയും ആളൊക്കെ നന്നത്, പക്ഷെ മനസ്സ് നന്നല്ല, ഇല്ലേ? എങ്ങനെയാണ് ഒന്നാവുക? കാണുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാൽ പറയും, ഓ ആളിപ്പോ എന്താ മോശം, കാണാനൊക്കെ നന്ന് തരപ്പെടുന്നില്ല, പക്ഷെ മനസ്സ് തീരെ നന്നല്ല. നമ്മളത് നന്നോ ഉണ്ടോ? അതും കൂടി ഒന്ന് പരിശോധിക്കണം. ആ കൂട്ടത്തിൽ മറ്റുള്ളവൻ്റെ ഇത് നന്നോ നന്നല്ലേ എന്ന് നോക്കണ സമയത്തെ നമ്മളത് നല്ലതാണോ എന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.
നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവം അതെന്താന്ന് വെച്ചാല് നമ്മുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലേ? പിന്നെ അല്ലാതെയോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയ അപ്പൊ ചോദിക്കും, മോനെ അപ്പുറത്തെ രാമേട്ടന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കണമെന്നാ പറയാ. ആദ്യം നമ്മുടെ വീട്ടിൽ പോയതല്ല നോക്കുക, ഇല്ലേ? അവിടെ ഇല്ല അച്ഛാന്ന് പറഞ്ഞാൽ ആവും ആശ്വാസം. അവിടെ എങ്ങാനും കറണ്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ അവസ്ഥ, അല്ലേ? എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പുറത്ത് എന്താ നടക്കണത് എന്നുള്ളതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സാമ്പാറൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അടുക്കളയിൽ. അപ്പൊ ആ സമയത്ത് അപ്പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കണം വീട്ടില്. വേഗം ജനലൊക്കെ തുറന്നിട്ട് അതിന് ഇത് ആരപ്പൊ കാറിലൊക്കെ വരാനുള്ളതില്ലേ, ഇവിടെ സാമ്പാർ കഴിക്കാൻ വേണ്ടോ? നമ്മൾ എത്തി നിൽക്കുന്നതിന്റെ ഒരു അവസ്ഥ. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ്. മറ്റൊരുവനെ ഏതെങ്കിലും തരത്തില് മോശമായിട്ട് കാണണമെങ്കിലോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നല്ല ഉപദേശം കൊടുക്കണമെങ്കിലോ അതിനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണം, ഇല്ലേ? അങ്ങനെയല്ലേ പൊതുവിൽ വരാറ് വേണ്ടത്. ഒരു ആത്മപരിശോധന അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ തകരാറായിരിക്കും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ മാലിന്യം നിറഞ്ഞിരിക്കുക. പുറത്തുള്ള മാലിന്യത്തെ തൂത്തും തുടച്ചൊക്കെ വൃത്തിയാക്കിയെടുക്കാം. പക്ഷെ ഉള്ളിൽ നിറഞ്ഞ മാലിന്യത്തെ വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, ഇല്ലേ? എന്നിട്ട് ആ നിറച്ചു വെച്ച മാലിന്യം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ പോണത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, അവരെ അളക്കാൻ നമ്മൾ കുറച്ച് കേമന്മാരാണ്. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. മറ്റുള്ളവരാണ് അയ്യോ അവിടുത്തെ കഥ. ഒരു വീട്ടില് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. അപ്പോൾ വാടകയ്ക്ക് താമസിക്കാൻ വന്ന സമയത്ത് ഇവര് ഒക്കെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് അത് വെക്കുന്നതിനിടയിൽ ഭാര്യ മുകളിലേക്ക് കയറിപ്പോയി. സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് പോവാം, മുകളിലെ ഭാഗത്തേക്ക്. അപ്പോൾ പോണ സമയത്ത് അവിടെ ആ സ്റ്റെയർ അങ്ങോട്ട് കയറുന്നതിന്റെ വലത്ത് ഭാഗത്ത് ഒരു ജനലുണ്ട്, ഒരു ഗ്ലാസ് ഇട്ട ജനലാണ്. അപ്പൊ ആ ജനല് കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ അപ്പുറത്തെ ഭാഗം വീട്ടിലേക്കാ കാണുന്നത്. അവിടെ കണ്ടത് എന്താന്ന് വെച്ചാല് ഒരമ്മ അലക്കി ആറിടാം അഴയില്. ഈ അമ്മ പ്രായമുള്ള ഒരു അമ്മയാണ്. വെള്ള തുണികളാണ് അലക്കി ആറിടുന്നത്, വെള്ള വസ്ത്രങ്ങളാണ് ആഴയിലൊക്കെ അലക്കി ആറിടുന്നത്. അപ്പൊ ഈ സ്ത്രീ കണ്ടു. നോക്കിയ സമയത്തെ നിറച്ച് ചെളിയ. ആ അമ്മ ആറിയിട്ട വസ്ത്രത്തിലേ നിറച്ച് ചെളിയ. ഇവിടെ നോക്കണ സമയത്ത് അങ്ങനെ ആദ്യത്തെ ദിവസം കണ്ടു. ഒരു ദിവസം കണ്ടാ പിന്നെ ഒരു താല്പര്യമാണല്ലോ പിറ്റേന്നൊന്നും കൂടി നോക്കാനല്ലേ. അങ്ങനെ എന്തായാലും പിറ്റേന്നും കണ്ടു. അങ്ങനെ ഓരോ ദിവസവും പിന്നെ അടിക്കണ ശബ്ദം കേൾക്കണുണ്ട്. എന്താ അടിക്കണത്? വീട്ടുകാർ തമ്മിൽ അടിക്കണ ശബ്ദമല്ല. എന്താ? കല്ലിലെ ഈ തുണി അടിക്കണേ. കാരണം അമ്മ വാഷിംഗ് മെഷീനിലൊന്നും അല്ല അലക്കണതേ, അടിച്ചലക്കാണ്. അപ്പൊ ഇത് കേട്ടപ്പോ തോന്നി ഇപ്പൊ ആറിടാൻ വരുമല്ലോ, എന്തായാലും നോക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് വേറെ പോയി നോക്കണ സമയത്ത് എന്താ അവിടുത്തെ അവസ്ഥ? അതുപോലെ തന്നെ മുൻപ് എങ്ങനെയാണോ കണ്ട അതുപോലെ തന്നെ നിറച്ച് ചെളിയാണ് ആ അമ്മ ആറിടുന്ന വസ്ത്രത്തിൽ മുഴുവൻ, വെള്ള തുണിയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ എന്ത് ചെയ്തു വെച്ചാല് ഭർത്താവ് താഴെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒന്ന് ഇങ്ങോട്ട് വരൂ. വിളിച്ചു വന്നു. എന്തേ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, അതെ നമ്മൾ സാധാരണ പറയണ ഭാഷയെ പറഞ്ഞു ആ തള്ളയ്ക്ക് വട്ടാണെന്നാണ് തോന്നുന്നത്. എന്താന്ന് പറയാ, ഞാനിപ്പോ എത്ര ദിവസമായി അറിയോ കാണുന്നു അവരിങ്ങനെ അലക്കണു ആറിടുന്നു, അതും വെള്ള തുണികൾ നോക്കി ഒന്ന് നിറച്ച് ചെളിയാണ് അതിൻ്റെ അകത്തേ. ഭർത്താവ് വന്നു. അദ്ദേഹം ജനലിന്റെ ഗ്ലാസിനുള്ളിലൂടെ അങ്ങനെ നോക്കണ സമയത്ത് ശരിയാ ഭാര്യ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്, ഒരു കാര്യം ചെയ്താലോ, നമുക്കതൊന്ന് വൃത്തിയാക്കി കൊടുക്കാലോ എന്ന് ചോദിച്ചു ഭർത്താവ്. അപ്പുറത്തൊരു പ്രായമുള്ള അമ്മയായതുകൊണ്ട് കുഴപ്പമില്ല. ചെറുപ്പക്കാരാരെയാണെങ്കിൽ ഭർത്താവിനെ ബോഡിയുടെ ചോട്ടിൽ എടുത്തു കൊണ്ടിരുന്നു അല്ലേ. ഇതെന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഇത് ചോദിക്കുക മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഒരു ബക്കറ്റ് എടുത്തു, കുറച്ച് വെള്ളം എടുത്തു, ആ വെള്ളത്തിൽ ഒരു തുണി നനച്ചു, എന്നിട്ട് ആ ജനലിന്റെ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ പറയണതില്ലേ? ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു തുണി നനച്ചിട്ട് ആ ജനലിന്റെ ഗ്ലാസ് നന്നായിട്ടൊന്ന് തുടച്ചു വൃത്തിയാക്കി. ഭാര്യയോട് പറഞ്ഞു, നോക്കി ആ അമ്മ ആറിയിട്ട തുണി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. തൂവെള്ള പോലെ തിളങ്ങ കിടന്നിട്ട് ആ വെള്ള തുണി ആ ജനലിന്റെ ഗ്ലാസ്സിൽ പിടിച്ച പൊടിയിലൂടെയാണ്, ആ ചെളിയിലൂടെയാണ് അപ്പുറത്തേക്ക് നോക്കി കാണുന്നത്. അപ്പൊ അതിന് അതേ രൂപമല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ്
അത്രയേറെ മോശമായൊരു അവസ്ഥയിൽ, ആ ഒരു അശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളത് നോക്കുന്ന സമയത്ത് അതൊക്കെ മോശമായിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് മനസ്സിനെ ശുദ്ധാക്കുക. അതെങ്ങനെയാ ചെയ്യുക? എങ്ങനെയാ മനസ്സ് ശുദ്ധാവുക? നമ്മള് സാധാരണഗതിയിൽ പഞ്ചശുദ്ധികൾ അല്ലേ, ക്ഷേത്ര ദർശന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള പഞ്ചശുദ്ധികളൊക്കെ പറയുന്ന സമയത്ത് പറയും ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, സംഭാഷണശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ 5 ശുദ്ധികളാണ്. അപ്പോ ശരീരം ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സോപ്പൊക്കെ തേച്ച് നന്നായിട്ട് കുളിക്കുക എന്നൊക്കെ പറയും. മനസ്സ് ശുദ്ധാക്കണം എന്താ ചെയ്യുക? 2 സോപ്പ് വിഴുങ്ങിയിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയോ? മനസ്സ് ശുദ്ധാവുക? ആവുക ഇല്ല അല്ലേ? മനസ്സ് ശുദ്ധാവണമെങ്കിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്, 4 കാര്യങ്ങൾ അനുവർത്തിക്കണം. എന്തൊക്കെയാണെന്നറിയോ? നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം. എന്തൊക്കെയാണ്? നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓരോന്നൊന്നും എടുത്ത് പരിശോധിക്കുക. നമ്മുടെ വിഷയം അത് തന്നെയാണ്. ഇനിയുള്ള ആ വിഷയത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയാൻ ഈ 4 വരിയും വേണം. അത് വെച്ചിട്ട് ഇനി ബാക്കിയൊക്കെ പറയാം. എന്താണ് ആദ്യം? നല്ല വാക്ക് ചൊല്ലണം. എന്താ നല്ല വാക്ക്? ഏതാ നല്ല വാക്ക്? ഞാൻ പറയണതൊക്കെ നല്ല അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയായാൽ ശരിയാവുമോ? നമ്മുടെ വാക്കുകൾ നല്ലതാണോ മോശമാണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? അത് കേൾക്കുന്നയാള് അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനനുസരിച്ച് അല്ലേ? നമ്മളിപ്പോ നല്ലതാ, ഞാൻ പറയുന്നത് നല്ലതാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പറയാം. പക്ഷെ കേൾക്കുന്ന ആൾക്ക് അത് അത്ര അങ്ങോട്ട് നന്നായില്ല എന്നുണ്ടെങ്കിലോ? വാക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഏറ്റവും കൂടുതൽ നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരാളെ ആകെ അങ്ങോട്ട് അപ്സെറ്റ് ആക്കുക എന്ന് വെച്ചാൽ ആകെ അങ്ങോട്ട് വിഷമിപ്പിക്കാനും, ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ല സന്തോഷം കൊടുക്കാനും, അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഒരു ആശ്വാസം നൽകാനും ഒരു വാക്കിന് സാധിക്കുന്ന പറയുന്നത് ഉണ്ടോ? ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന ഒരാൾ, എന്തിനാ അയാളുടെ സന്തോഷം എന്ന് അയാൾക്ക് തന്നെ ഇഷ്ടമില്ല, അങ്ങനത്തെ സന്തോഷമാണ്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരാളെ അയാളുടെ അടുത്ത് പോയിട്ട് പുറത്തേക്ക് തോട്ടിട്ട് കഴിഞ്ഞു, അന്നത്തെ ദിവസം കഴിക്കാൻ കഴിയില്ല. അതുവരെ നല്ല സന്തോഷത്തിൽ എടുത്ത് കേൾക്കുന്നത് വരെ അതൊരു വാക്കാണ്. അതുപോലെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ പുറത്തേക്ക് തട്ടിയിട്ട് പറയുക, സാരില്ല, എന്താ ചെയ്യാൻ, ഒക്കെ അങ്ങനെ ശരിയായിക്കോളൂ, നമ്മളൊക്കെ ഇല്ല ഇവിടെ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എത്ര ആശ്വാസമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്. കാര്യങ്ങൾ നേരെയായിട്ടല്ല എങ്കിൽ പോലും ഒരു അല്പം ആശ്വാസം കിട്ടാൻ അത് വാക്കിന്റെ പ്രത്യേകതയാണ്. അതാണ് വാക്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, വല്ല ആയുധങ്ങളെ കൊണ്ട്, കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുന്നിക്കെട്ടിയിട്ടോ മരുന്ന് വെച്ചിട്ടൊക്കെ ഉണക്കാൻ പറ്റും. വാക്കുകൊണ്ട് ചില മുറിവുകൾ പറ്റാനുണ്ട്. അതെങ്ങനെയാ ഉണക്കുക? മരുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോ ആ മുറിവ് പറ്റാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ വാക്ക് മറ്റൊരാളെയും മുറിവേൽപ്പിക്കുന്നതായിരിക്കരുത്. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഇപ്പൊ പറയേണ്ടതാണോ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. സാധാരണ അങ്ങനെ തന്നെയാ പറയല്ലേ, ഒരു വാക്ക് പറയണ സമയത്ത് 2 വട്ടം ചിന്തിക്കണം തന്നെയാ പറയാ. ഒരു സദസ്സില് സംസാരിക്കേണ്ട വിഷയം തന്നെയാണോ? ഇപ്പൊ അവിടെ അജാമിളന്റെ കഥ പറയുന്നുണ്ട് ഭാഗവതത്തില്. അജാമിളൻ എന്ന ബ്രാഹ്മണ്യം കൊണ്ട് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 10 കുട്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
അവസാനത്തെ കുട്ടിക്ക് അദ്ദേഹം നാരായണൻ എന്നാ പേരിട്ടെ. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമദൂതന്മാരിങ്ങൾ വന്ന സമയത്തെ ഇദ്ദേഹം ഉറക്കങ്ങോട്ട് വിളിച്ചു, നാരായണ ഉറക്കങ്ങോട്ട് വിളിച്ചു. ഭഗവാൻ ആളെ പറഞ്ഞയച്ചു, 2 വിഷ്ണുപാർഷദന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. കൊണ്ടുപോകാറായിട്ടില്ല, എന്റെ പേരാ വിളിച്ചത്, ഞാൻ സമ്മതിക്കില്ല. അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈശ്വരനാമത്തോളം മഹത്വമുള്ള മറ്റൊന്നും ഈ ഭൂമിയിലില്ല. നമ്മൾ വിചാരിക്കും കേമത്തരാ അല്ലേ, നമ്മൾ ചെയ്യണതും കേമത്തരാണ്, നമ്മൾ പറയണതും കേമത്തരാണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നൊക്കെയാ ചിന്തിക്കുക. പക്ഷെ ഈശ്വരനാമം അതിന് വേണ്ടിയിട്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അങ്ങനെ പേരിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ പേരാണെങ്കിലോ വിളിക്കണമെങ്കിൽ 4 ദിവസം സ്റ്റഡി ക്ലാസ്സിന് പോകും ഇല്ലേ. പേരിടുന്നത് നമ്മൾ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് തന്നെ വിളിക്കാൻ പറ്റില്ല. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് വല്ല അപ്പൂന്നോ കിട്ടൂന്നോ മിട്ടൂന്നൊക്കെ ഇടുന്നു മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റായിട്ടേ. കാരണം അങ്ങനത്തെ പേരാ, ചൈനക്കാരുടെ പേര് പോലെ കടിച്ചാൽ പൊട്ടില്ല, വിളിക്കാനും പറ്റില്ല. അപ്പൊ ഈ നാമകരണത്തിലാണെങ്കിൽ പോലും അതിനുള്ള ചില പ്രത്യേകതകളുണ്ട്. ഈശ്വരീയമായിട്ടുള്ള നാമങ്ങള് ഇല്ലേ. പേരിടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ പേരിന്? ഇപ്പോഴത്തെ കുട്ടികളുടെ പേരിനൊക്കെ എന്താ അർത്ഥം? നിശ്ചയില്ലല്ലോ, ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല അതിന്റെ അർത്ഥം. അങ്ങനത്തെ പേരൊക്കെ ഉണ്ടാവുക കുട്ടികളുടെ പേരൊക്കെ. എന്നിട്ട് ഇത് എന്താ വിളിക്കേണ്ടത് നിശ്ചയം ഉണ്ടാവില്ല. സമ്പ്രദായമൊക്കെ മാറണം. അതിൻ്റെ ഇടയ്ക്ക് ഈ വേറൊരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഈശ്വരന്മാരുടെ പേരുകളൊക്കെ ഇട്ടിട്ടുള്ളൊരു പേരിടലുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വേറൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അമ്മേന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് പേരിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ അതും പോയി, പോവാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേരിടുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ കുട്ടീനെ മടിയിൽ കിടത്തിയിട്ട് പേര് വിളിക്കുന്ന ആള് ഇടത്തെ ചെവിയിൽ 3 തവണ മെല്ലെ വിളിക്കും. വേറെ ആരും കേൾക്കില്ല, വിളിക്കുന്ന ആള് മാത്രമേ കേൾക്കൂ. വലത്തെ ചെവിയിൽ 3 തവണ ഉറക്കം വിളിക്കുമ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ കേൾക്കുക. അപ്പൊ അങ്ങനെ വിളിച്ച സമയത്ത് ഒരു അബദ്ധം ഉണ്ടായത് എന്താ വെച്ചാൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് ആ കുട്ടിക്ക് പേരിട്ടത്. എന്ന് വെച്ചാൽ അച്ഛന്റെ പേര് നാരായണനും അമ്മയുടെ പേര് യശോദയായിരുന്നു. ഇതിന്റെ 2ന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് ആ കുട്ടിക്ക് പേരിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതും നിർത്തി ഇല്ലേ. പോട്ടെ, അതിലേക്ക് കടക്കണ്ട. അപ്പൊ എന്തായാലും ഈ നാമകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും നല്ല വാക്ക്, ഞാൻ വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്, വാക്കുകള് ഈശ്വരീയമായിട്ടുള്ള നാമം, അതാണ് ഏറ്റവും നല്ല വാക്ക് എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ നല്ല വാക്ക്. ഇനി നന്മ ചെയ്തു വാഴണം. എന്താ നന്മ എന്ന് പറയുന്നത്? എന്താ നന്മ? നമ്മുടെ ജീവിതം എത്ര സമയമുണ്ട്? എത്ര സമയമുണ്ട് പറയാൻ പറ്റുമോ? ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ജീവിതം അല്ലേ. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ സമയം, അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? കുറെ സീരിയല് കാണണം. പിന്നെന്താ, 12 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകണം, പ്ലേറ്റ് പിടിക്കണം, ഭക്ഷണം കഴിക്കണം. ഒന്നും വിചാരിക്കേണ്ട കേട്ടോ, ഒന്നും പറയണതുകൊണ്ട്. നമ്മൾ സാധാരണ നടന്നു പോകുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റു പലതും ചിന്തിക്കാനുണ്ട് ആ സമയത്ത്. പക്ഷേ ആ ഉള്ള സമയം എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ, സത്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കാനായി. എന്താ ഉണ്ടാക്കണത്? അങ്ങോട്ട് ഉണ്ടാക്കന്നെ, കുറെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കന്നെ. എങ്ങനെ അതൊക്കെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. എത്രയാണോ ഉള്ളത് എന്നാലും തിരക്കടില്ല, കുറച്ചുകൂടി ആയാലോ. നമ്മൾ അങ്ങോട്ട് പോവാണ്, എങ്ങടാ അങ്ങോട്ട് പോവാ. പക്ഷെ എന്നാലും പോരുന്നത് പോന്നോട്ടെ. ചക്ഷുശ്രവണ ഗളസ്തമാം ഭദ്രം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ നമ്മുടെ അവസ്ഥയാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ഒരു തവള പാമ്പിന്റെ വായിൽ അകപ്പെട്ടു. ഇനി ഇങ്ങടില്ല, തീരുമാനമായി. കാരണം 3/4 ഭാഗം അങ്ങടാ പോയിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വിടൂല്ല. എന്നിട്ട് ആ തവള എന്താ ചെയ്യണമെന്നറിയോ? നാവ് നീട്ടിയിട്ട് ഇര പിടിക്കാൻ നോക്കുക. ആർക്ക് വേണ്ടിയിട്ട? അതാണ് നമ്മുടെ അവസ്ഥ. ലക്ഷ്മണോപദേശ
ഉപദേശത്തിൽ, രാമായണത്തിൽ, ലക്ഷ്മണോപദേശത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇല്ലേ? ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും, കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട നമ്മൾ ഓരോരുത്തരും സുഖങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനുഭവയോഗ്യമാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. കിട്ടുന്നത് പോരട്ടെ. ഒരാളങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. ഓടുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു ഇയാളോട്, എന്നാ നിങ്ങൾ എങ്ങനെയായി ഓടുന്നത്? അത് എന്റെ മുന്നിൽ ഒരാൾ ഓടുന്നുണ്ട്, എനിക്ക് അങ്ങേരുടെ മുന്നിൽ എത്തണം. അങ്ങേര് എന്തിനാ ഓടുന്നത്? എന്തിനാന്ന് ഇഷ്ടമില്ല, എന്തിനാ ഓടിയാൽ തിരക്കുകളിൽ എനിക്ക് അങ്ങേരുടെ മുന്നിൽ. നമ്മുടെ ചിന്ത എന്താ? മറ്റവൻ എങ്ങനെയാണോ അതിന്റെ ഒരു പടി മുകളിലായിരിക്കണം നമ്മൾ. ഇല്ലേ? അതാണ് നമ്മുടെ ചിന്ത. പക്ഷെ ആ ഓട്ടത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് എവിടെയെങ്കിലും തടഞ്ഞു വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന മുറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ടാവുന്നും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എങ്ങടാ കൊണ്ടുപോവുക? ഒരു ദിവസം എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഉപ്പിലിട്ട് വെക്കുക ഉണ്ടാവുക? ഇല്ലല്ലോ അല്ലേ? ഒരു ദിവസം എന്തായാലും അങ്ങോട്ട് കഴിയും. ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. വഴിയിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജന്തുക്കളോ അല്ലെങ്കിൽ ആകെ ഭക്ഷിച്ച് അല്ലെങ്കിലോ വെന്തു വെണ്ണീറായിട്ട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ കൃമിയായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ നമ്മൾ. എന്നിട്ടും എന്താ നമ്മൾ ചിന്തിക്കുന്നത്? ഞാൻ അവിടെ ചെന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്നറിയാം. അല്ലെങ്കിൽ ഞാൻ ചെന്നതുകൊണ്ടാണ് അത് നേരെയായിട്ട് പറയണത് കേൾക്കാൻ ചിലപ്പോൾ. ആരായി ഞാൻ? ഏതായി ഞാൻ? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ വെറും ഒരു പാഴ്വസ്തുവായിട്ടൊരു ശരീരം. അതിനെ കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും നശിച്ചു പോകും. ആ ഉള്ള സമയത്ത് ഒരല്പം സത്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലേ? അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനോ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. അർത്ഥാഗൃഹേ നിവർത്തന്തേ എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. അത് എത്ര ഉണ്ടാക്കിയാലും എവിടെ ഇരിക്കും? പോണ സമയത്ത് പോവാന്ന് പറയണതേ ഇവിടുന്ന് കുരുവട്ടൂർക്കോ പറമ്പൂസാറിലേക്കോ കോഴിക്കോട്ടേക്കോ പോണ കാര്യം അല്ലാട്ടോ പറയണത്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുമല്ലോ, അങ്ങോട്ട് പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. കൊണ്ടുപോകാൻ പറ്റുമോ? ഉണ്ടാക്കി വെച്ചാല് ഇല്ല. അതെവിടെ ഇരിക്കും? അർത്ഥാഗൃഹേ നിവർത്തന്തേ, വീട്ടിലിരിക്കും. ഇപ്പൊ വീട്ടിലല്ല, ബാങ്കിലാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ അപ്പൊ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ബാങ്കിലുണ്ടാവും. എവിടെയാണെങ്കിലും അത് അവിടെ ഉണ്ടാവും. പോകുമ്പോൾ കൊണ്ടുപോകില്ല. പിന്നെയോ ശ്മശാനോ പുത്രബാന്ധവ, എത്ര ലാളിച്ച് വളർത്തിയ മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എവിടെ വരെ ഉണ്ടാവും? ആ ചിതയ്ക്ക് തീ കൊടുത്തത്. അതിൽ നിന്ന് ചൂട് അങ്ങോട്ട് ഉയരാൻ തുടങ്ങുന്ന സമയത്ത് പറയും, ഓ എന്തൊരു ചൂട്. അതുവരെ നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാറോടടക്കി പിടിച്ച ആ ചൂട് മുഴുവൻ നമുക്ക് പകർന്നു തന്നവരാണ് ആ ചിതയിൽ കിടക്കണമെന്നുള്ള ചിന്തയുണ്ടാവില്ല. ആ സമയത്ത് എന്താ പറയാ? ഓ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ രണ്ടു പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. ആരൊക്കെയാണ്? അടിയനും പെങ്ങളാണോ? അല്ല. സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. നമ്മുടെ കൂടെ വരും. ആര്? സുഹൃതം. സത്കർമ്മങ്ങളാണ് നമ്മൾ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്തതെങ്കിൽ അതിന്റെ ഫലം, കർമ്മഫലം, അത് നമ്മുടെ കൂടെ ഉണ്ടാവും. നേരെ മറിച്ച് ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ ചെയ്ത ദുഷ്കർമ്മമാണെങ്കിൽ അതിന്റെ ഫലം ദുഷ്കൃതം, അതും നമ്മുടെ കൂടെ ഉണ്ടാവും. പറഞ്ഞു വരുന്നത്, കുറച്ച് സമയമാണെങ്കിൽ പോലും ഒരല്പം നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. നന്മ ചെയ്തു വാഴണം. എന്താ നന്മ എന്ന് പറയുന്നത്? എന്താ നന്മ എന്ന് പറഞ്ഞാല്? ദാനം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോഴും കൂടി ചെയ്തിട്ടുണ്ട്. ആണോ? അങ്ങനെയാ? എങ്ങനെയാ ദാനം ചെയ്യാ? ദാനം ചെയ്യാൻ എങ്ങനെയാ? ഒരാള് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് പറയാ,
അയ്യോ എനിക്ക് ഇട്ട് മാറാൻ ഒരു വസ്ത്രവും ഇല്ല, എന്തെങ്കിലും തരണേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഇയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടാലോ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴയത് ഏതാണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അടുപ്പ് തുടയ്ക്കാനൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. അതൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നത് വാങ്ങിയപ്പോൾ പുതിയതായിരുന്നു അല്ലേ? അത് ദാനമല്ല. ഇനി എന്ത് തന്നെയാണെങ്കിലും അത് ഭിക്ഷയാണ്. നമ്മളോടൊരാളെ ചോദിച്ച് അത് നമ്മൾ നൽകുന്നത് ഭിക്ഷയാണ്. ദാനം എന്ന് പറയണത് ഒരു വ്യക്തിക്ക് എന്താണോ ഇല്ലാത്തതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നല്ല പറയണത്. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമല്ല, അത്യാവശ്യമായിട്ടുള്ളത് അതങ്ങോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതം ഇനി ഒരു ചുവട് മുന്നോട്ട് നീങ്ങുള്ളൂ എന്ന് ഉറപ്പുള്ളൊരു സാധനം. അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊടുക്കുക. അദ്ദേഹം ചോദിച്ചിട്ടല്ല, സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് ദാനം എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക? നോട്ടീസ് കിട്ടും. കാണുന്ന ആൾക്കാരോടൊക്കെ പറയും, ഞാൻ അങ്ങനെ കൊടുത്തു, ഞാൻ ഇങ്ങനെ കൊടുത്തു, ഒരു കാര്യം ഉണ്ടാവില്ല കിട്ടിയോനെ. നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കണത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് സാധാരണ. പോട്ടെ, ഇനി ഈ ദാനം ചെയ്യാൻ ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാം? ഏതൊക്കെ ദിവസങ്ങള്? എല്ലാ ദിവസവും ചെയ്യാട്ടോ, പക്ഷെ ചില പ്രത്യേക ദിവസങ്ങൾ, അതാ ഞാൻ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ദാനം ചെയ്യും, ഒരു കുഴപ്പമില്ല. പക്ഷെ ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാം? ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ പറയാനുള്ളൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? നാളെ എന്താ? ശിവരാത്രി ഇല്ലേ? വ്രതം എടുക്കുന്ന ദിവസം. നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളിൽ ഇരിക്കുന്ന ദിവസങ്ങൾ ദാനത്തിന് ഏറ്റവും നല്ല ദിവസമാണ്. ഏകാദശി, ശിവരാത്രി, ഉപവാസങ്ങള്, വ്രതങ്ങള്, ഇതൊക്കെ എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ. ഇപ്പൊ മണ്ഡലത്തിൽ മണ്ഡലവ്രതം, ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ദാനത്തിന് ഏറ്റവും, ആ സമയത്തൊക്കെ ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ഉണ്ടാവുന്ന കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ദിവസമാണ്. പിന്നെ മറ്റൊരു ദിവസം ഇതിൽ തന്നെ പറയാനുണ്ട് കുറച്ചുകൂടി, പക്ഷെ ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ്. ഇല്ലേ? വേറൊരു ദിവസം ഏതാ? പോരട്ടെ, അവിടെ നിങ്ങളുടെ പോരട്ടെ പരമാവധി ഉണ്ടെങ്കിൽ